നമസ്കാരം, എല്ലാവർക്കും രുചിമണത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയാണ് താരം, അതുകൊണ്ട് തന്നെ ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇടിച്ചക്ക 65 ആണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക 65 തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും പ്ലാവൊക്കെ നന്നായിട്ട് കാച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചക്കയൊക്കെ വളരെയധികം തന്നെ കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നാട്ടിൽ. അപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഇടിച്ചക്ക 65 തയ്യാറാക്കാനായിട്ട് നല്ലൊരു ഇടിച്ചക്ക ഇതേപോലെ മുറിച്ചെടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് പാകം ചെയ്യാനായിട്ട് പാകത്തിന് ഇതിനൊന്ന് വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം. വെട്ടുന്നതൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം വശം, മുള്ളുവശം നമുക്ക് നന്നായിട്ട് കളയാം. അതുപോലെ തന്നെ മൂക്കിൻ്റെ വശവും കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ചെറുതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മീഡിയം സൈസിൽ ഇതേപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരിത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കറിലാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വരുത്തുക. എന്നിട്ട് ആ വിസിൽ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ ഒരു വിസിൽ വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് ഇതേപോലെ ഊറ്റിയെടുക്കാം. വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതേപോലെ ഒരു ഓട്ടയുള്ള ഒരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്നു പോകും. ഓക്കെ, ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ചക്ക പാകത്തിന് വെന്തതാണ്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം വേവിക്കുമ്പോൾ ഞാൻ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ എരിവുള്ള ഒരു മുളക് പൊടിയാണ്. അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു നല്ലൊരു കളർ കിട്ടാനും കൂടെ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. അതിനധികം എരിവുണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായി ചതച്ചെടുത്തതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണ് ചക്ക എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് നന്നായിട്ട് അതിൽ മൂടാൻ, നമുക്ക് ആ മസാല കംപ്ലീറ്റ് ആ ചക്കയിൽ മൂടാൻ വേണ്ടിയിട്ട് അത്രയും പാകത്തിനുള്ള കോൺഫ്ലവർ എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് നാരങ്ങാനീര്. അതില്ലാന്നുണ്ടെങ്കിൽ വിനീഗർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 3 ടീസ്പൂണോളം മാത്രം വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ മസാല പിടിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മസാല അത് ഉടഞ്ഞു പോവാതെ നന്നായിട്ട് മസാല പുരട്ടിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചക്കയിൽ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 1/2 മണിക്കൂർ നന്നായിട്ട് ഇത് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം എണ്ണയിൽ നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാനിൽ, ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നത്, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ പാകം മനസ്സിലാവും. അത് നന്നായിട്ട് ക്രിസ്പിയായി വന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചക്ക 65 ഏകദേശം പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബോർഡിലേക്ക് മാറ്റിയെടുക്കാം.
കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചക്കയും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 ട്രിപ്പായിട്ടാണ് ഇത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഇടിച്ചക്കയും കൂടെ ഞാനിതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള ഇടിച്ചക്ക നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് കീറിയിട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും നമ്മുടെ ഇടിച്ചക്കയ്ക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രിസ്പി ഇടിച്ചക്ക 65 ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഓരോ പുതിയ വിഭവങ്ങളൊക്കെ ഇതേപോലെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ചക്ക വെച്ചിട്ടുള്ള പുതിയ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ പാവം ചക്കയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ചക്കക്കുരു ഷെയ്ക്ക്, അതേപോലെ ചക്ക പായസം, ചക്ക ഉപ്പേരി, അതുപോലെ പല പല വിഭവങ്ങളും നമ്മൾ ചക്ക വെച്ച് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് ചക്ക 65, അതായത് ഇടിച്ചക്ക 65 കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പൈസിയും ക്രിസ്പിയും ആയിട്ടുള്ള ചക്ക 65 ആണ്. അപ്പോൾ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കടിയും കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തായാലും ഇപ്പോൾ ഇടിച്ചക്ക അല്ലെങ്കിൽ മേടിക്കാനൊക്കെ കിട്ടുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.